സോ നമ്മൾ കാൽക്കുലസിൽ സിംഗിൾ വേരിയബിൾ ഫങ്ഷൻസ് സിംഗിൾ വേരിയബിൾ ഫങ്ഷൻസിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോൾ അതിൽ നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് അതിൽ അപ്ലൈ ആവുന്നത് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് കൺസെപ്റ്റാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ ഇത് ആക്ച്വലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ വേരിയബിൾ സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ഫങ്ഷൻസ് മാത്രമല്ല ഞാൻ പറഞ്ഞത്. സിംഗിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഉണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ കണ്ടത് സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ്. സോ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ഫങ്ഷൻസ്. സോ ഇങ്ങനെയുള്ള ഫങ്ഷൻസിൽ നമുക്ക് ഇൻപുട്ട് വേരിയബിളായിട്ട് ഒന്നിലധികം വേരിയബിൾസ് ഉണ്ടാവും, രണ്ടോ അതിലധികമോ വേരിയബിൾസ് ഉണ്ടാവും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കും? അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് y = 2x², അതായത് എക്സ് ഇൻപുട്ടിൻ്റെ ഒരു ഭാഗമാണ്, പ്ലസ് 3y². ഓക്കെ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ y എന്ന് പറയുന്നത് ലൈക്ക് രണ്ട് ഇൻപുട്ട് വേരിയബിൾസ് അതിലോട്ട് വരുന്നുണ്ട്, എക്സ് ആൻഡ് വൈ. ഇപ്പോൾ ഇതിൽ സെയിം വേരിയബിൾ നെയിം ഞാൻ യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് ഔട്ട്പുട്ട് വേരിയബിൾ ചേഞ്ച് ചെയ്യാം. വൈ എന്ന് മാറ്റിയിട്ട് ഞാനിവിടെ z ആക്കാം. സോ ഇവിടെയും z യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ ഇൻപുട്ടായിട്ട് വരുന്ന എക്സ് ആൻഡ് വൈ, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് z ആണ്. ഓക്കെ, സോ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും? സോ ഇത് എന്തായാലും ഒരു 1 ഡയമെൻഷണൽ പ്ലെയിനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ലൈക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു 2D പ്ലെയിനിൽ നമുക്ക് സംവാട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 3 ആക്സിസ് ഒക്കെ വരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ, ഇത് z ഡയറക്ഷൻ, ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറയാം. സോ എക്സ് ആൻഡ് വൈ എൻ്റെ ഇൻപുട്ട് ആയിരിക്കും, അതിൽ വരുന്ന വാല്യൂസിനനുസരിച്ച് ഈ ഒരു z വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. സോ ഐ വിൽ ഗെറ്റ് എ സർഫസ്, എന്തെങ്കിലും ഒരു സർഫസ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂസിനനുസരിച്ച് എന്തെങ്കിലും ഒരു ഷേപ്പ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചതേ ഉള്ളൂ, ബട്ട് ആക്ച്വലി ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് വേരിയബിൾ, അവിടെ നമുക്ക് ഒരു ഇൻപുട്ട് വേരിയബിളും ഒരു ഔട്ട്പുട്ട് വേരിയബിളേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഒരു ഔട്ട്പുട്ട് വേരിയബിളും 2 ഇൻപുട്ട് വേരിയബിൾസും ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആക്ച്വലി ഡെറിവേറ്റീവ് എന്ന് പറയുന്നതിന് അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഡ് കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിൽ പറയാം. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു വൈ. അതായത് ഔട്ട്പുട്ട് വേരിയബിൾ ഇൻപുട്ടിലെ ഫസ്റ്റ് വേരിയബിൾ ടൈനി ഡെൽറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ എത്രത്തോളം ചേഞ്ച് ആവുന്നു, അതുപോലെ ഔട്ട്പുട്ട് വേരിയബിൾ ഇൻപുട്ട് വേരിയബിളിൻ്റെ സെക്കൻഡ് വേരിയബിൾ, അതായത് വൈ എന്ന് പറയുന്ന സെക്കൻഡ് വേരിയബിൾ ടൈനി ഒരു ഡെൽറ്റ വൈ ചേഞ്ച് വരുമ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ നമ്മൾ നോർമൽ ഡെറിവേറ്റീവിൽ d/dx, ഇപ്പോൾ എക്സ് ആണ് നമ്മുടെ ഇൻപുട്ട് വേരിയബിൾ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. പക്ഷേ പാർഷ്യൽ ഡെറിവേറ്റീവിലും അതിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഡോ എന്ന് പറയുന്നൊരു സിമ്പിളാണ്. ഓക്കെ, ഡീനെ കുറിച്ച് ഇങ്ങനെ ചെരിച്ച് എഴുതുന്നതാണ് പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ നൊട്ടേഷൻ. സോ ഡോ സി ബൈ നമ്മുടെ ഔട്ട്പുട്ട് വേരിയബിൾ എപ്പോഴും സെയിം തന്നെയാണ്, സി തന്നെയാണ്, അല്ലെങ്കിൽ z തന്നെയാണ്. ഡോ സി ബൈ ഡോ എക്സ് എന്ന് പറയുന്നൊരു കാര്യവും വരും, അതുപോലെ തന്നെ ഡോ സി ബൈ ഡോ വൈ എന്ന് പറയുന്ന കാര്യം വരും. സോ ഇത് രണ്ടും ആക്ച്വലി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, ഈ സി എന്ന് പറയുന്ന അല്ലെങ്കിൽ z എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഡോ സി ബൈ ഡോ എക്സും ഡോ സി ബൈ ഡോ വൈയും. ഓക്കെ, സി അല്ലെങ്കിൽ z എന്ന് പറയുന്നതിൻ്റെ വേറൊരു പ്രൊണൗൺസിയേഷനാണ് സി എന്ന് പറയുന്നത് ഇൻ ഇംഗ്ലീഷ്, ലൈക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ മിക്സപ്പ് ആവുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ അത് രണ്ടും മാറി യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിവേ, ഡോ സി ബൈ ഡോ എക്സും ഡോ സി ബൈ ഡോ വൈയും രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈ ഒരു ഫംഗ്ഷന് ഉണ്ട്.
ഇനിയിപ്പം മൂന്നാമതൊരു വേരിയബിൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാമതൊരു പാർഷ്യൽ ഡെറിവേറ്റീവ് കൂടെ വരും. ഇനി നമുക്ക് ഇതിൽ നോക്കിയാൽ അറിയാം എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതറാണ്. ഇത് തമ്മിൽ കണക്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ തന്നെ നമ്മുടെ എക്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വൈയിൽ ചേഞ്ച് വരുന്നില്ല, ഇസഡിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോ സി ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ വൈ വരുന്ന ടേംസ് 0 ആയി പോകും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇറലവൻറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാൽക്കുലേഷനിൽ ആ പോർഷൻസ് നമ്മൾ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ 0 ആണെന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ഡോ സി ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എക്സിൻ്റെ പാർട്ട് നമ്മൾ 0 ആക്കും, മറ്റ് പാർട്ടിലുള്ള ഡെറിവേറ്റീവ് ആയിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡോ സി ബൈ ഡോ എക്സ് നമ്മുടെ നോർമൽ ഡെറിവേറ്റീവ് റൂൾസ് തന്നെയാണ്. ഇവിടെ ഇസഡിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് എക്സ് മാത്രമുള്ള ചേഞ്ച് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. സോ നമുക്ക് 4x ആൻസറായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഡോ സി ബൈ ഡോ വൈ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോൾ വൈ ഒരു ടൈനി ഡെൽറ്റ ചേഞ്ച് വരുമ്പോൾ എങ്ങനെ ഇസഡ് ചേഞ്ച് ചെയ്യുന്നു, ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡോ സി ബൈ ഡോ എക്സ് വൈ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എക്സ് ഇവിടെ ഇറലവൻ്റ് ആണ്, കാരണം വൈ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എക്സിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ടൈം നമുക്ക് 0 ആക്കാൻ പറ്റും. സോ നമുക്ക് 0 പ്ലസ് എന്താണ് 3 ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. ഓക്കെ, വൈ സ്ക്വയർ ലൈക്ക് ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് 2y ആണ്. സോ നമുക്ക് കിട്ടുന്നത് 6y എന്ന് പറയുന്ന ആൻസറാണ്. ഓക്കെ, സോ ഡോ സി ബൈ ഡോ എക്സ് ഇതിന് നമ്മൾ പെയറായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ഡോ സി ബൈ ഡോ എക്സ് കോമ ഡോ സി ബൈ ഡോ വൈ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി 4x കോമ 6y ഇങ്ങനെയൊരു പെയർ ഓഫ് ഫങ്ഷൻസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഗ്രാഫിക്കലി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതായത് നമ്മൾ ഒരു വേരിയബിൾ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്നു, എന്നിട്ട് അനദർ വേരിയബിളിലാണ് നമ്മൾ ഔട്ട്പുട്ട് വേരിയബിളിനെ ഡെറിവേറ്റീവ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നമ്മൾ ഡോ സി ബൈ ഡോ എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇസഡ് വേരിയബിളിന് എക്സ് ഡയറക്ഷനിൽ എന്ത് ചേഞ്ചാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ ഇത് y എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് വാല്യൂ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ടൈനി ഡെൽറ്റ എക്സ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇസഡ് കൂടുവാണോ കുറയുവാണോ എന്നാണ് നമ്മൾ ആക്ച്വലി അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് അതായത് ഈ ഒരു എക്സ് ഡയറക്ഷനിലാണ് നമ്മൾ ആ ഒരു ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനൊരു 3D വിഷ്വലൈസേഷൻ രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ ഡോ സി ബൈ ഡോ വൈ ചെയ്യുമ്പോൾ വിഷ്വലി എന്താ സംഭവിക്കുന്നത്, നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആക്കി വെച്ചതിന് ശേഷം വൈ ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇസഡ് അല്ലെങ്കിൽ സി വാല്യൂ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അതായത് നമ്മൾ ഈ ഒരു ഡയറക്ഷൻ ഇസഡ് എല്ലാം എക്സ് വാല്യൂസ് എല്ലാം ഫിക്സ്ഡ് ആക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഈ ഇസഡിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണ്, അപ്പ് ഓർ ഡൗൺ എന്നുള്ളതാണ് നമ്മൾ ഡോ സി ബൈ ഡോ വൈ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിഷ്വലി നമുക്കതിനെ ആ ഒരു രീതിയിൽ പറയാൻ സാധിക്കും. സോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുന്നത് കൊണ്ട് എന്താണ് ഗുണം? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ വൺ ഡയമെൻഷണൽ വേരിയബിളിൽ നമുക്ക് ഡെറിവേറ്റീവ് എന്ന് പറയുന്നതിനെ നമുക്ക് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഡെറിവേറ്റീവ് അറ്റ് എ പോയിൻറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് അറ്റ് ദാറ്റ് പോയിൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന 2 വേരിയബിൾ, നമുക്കിപ്പോൾ മൾട്ടി വേരിയബിളിൻ്റെ കേസിൽ 2 വേരിയബിൾ ഇൻപുട്ടും സിംഗിൾ വേരിയബിൾ ഔട്ട്പുട്ടും ആ ഒരു കാര്യം തന്നെ എടുക്കാം. സോ ഇതുപോലൊരു ഫംഗ്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് ആക്ച്വലി എ പെയർ ഓഫ് ഫങ്ഷൻസ് ആണ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ വെക്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റും കാൽക്കുലസിൻ്റെ കൺസെപ്റ്റും കൂടെ ഒരു മിക്സാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. സോ ഈ 2 പെയർ ഓഫ് വാല്യൂസും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു വെക്റ്റർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഗിവൺ എക്സ് ആൻഡ് വൈ വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റിലുള്ള ഒരു കോർഡിനേറ്റ് വാല്യൂ കിട്ടും. അതായത് ഇപ്പം x1ഉം y1ഉം ആകുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,6 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. ഓക്കെ, സോ വിച്ച് ഈസ് ആക്ച്വലി എ വെക്റ്റർ. ഇൻ എക്സ് ഡയറക്ഷനിലുള്ള ഒരു മാഗ്നിറ്റ്യൂഡും വൈ ഡയറക്ഷനിലുള്ള ഒരു മാഗ്നിറ്റ്യൂഡാണ് നമുക്കിവിടെ വരുന്നത്, വിച്ച് ഈസ് ആക്ച്വലി എ വെക്റ്റർ. സോ ഈ 2D കേസിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ 3D സർഫസസ്, ഒരു 3D സ്പേസിൽ വരുന്ന സർഫസാണിത്. 2 വേരിയബിൾ ഇൻപുട്ടും സിംഗിൾ വേരിയബിൾ ഔട്ട്പുട്ടും വരുന്നത്. ഈ ഒരു പെയർ ഓഫ് വാല്യൂസ് കൊണ്ട് നമ്മൾ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വെക്റ്റർ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെയും ആ ഡയറക്ഷൻ എന്ന് പറയുന്ന
കൺസെപ്റ്റ് ആക്ച്വലി ആപ്ലിക്കബിൾ ആണ്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു സിമ്പിൾ കുറച്ചും കൂടി വേറൊരു സർഫസ് നമുക്ക് എടുക്കാം. സോ അഗെയിൻ ഞാൻ ഇതുപോലത്തെ ഒരു 3D സിനാരിയോ വരയ്ക്കാം. എക്സ്, വൈ, സി. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു സർഫസ് വരയ്ക്കുവാണ്. സോ ഇത് എത്രത്തോളം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ. സോ ഓക്കെ, ഇങ്ങനെ പോകുന്നൊരു സർഫസ് ആണെന്ന് വിചാരിക്കുക. അതായത് എക്സ് ഡയറക്ഷനിൽ ആദ്യമേ ഒരു സ്റ്റീപ്പ് ഹൈറ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു കയറ്റം പോലെ വരുന്നു. എന്നിട്ട് ഈ പറയുന്ന എക്സ് ഡയറക്ഷനിൽ അത് ഫ്ലാറ്റ് ആവുന്നു. വീണ്ടും എക്സ് ഡയറക്ഷനിലൊരു സ്റ്റീപ്പ് ഡിസെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇറക്കം പോലെ വരുന്നു. ഇതിന് വീണ്ടും ഫ്ലാറ്റ് ആവുന്നു. സോ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോകുന്ന പോലെയാണ് നമുക്ക് എക്സ് ഡയറക്ഷനിൽ കാണുന്നത്. സോ വൈ ഡയറക്ഷനിൽ ഉള്ള ചേഞ്ചും നമുക്കറിയാം. വൈ ഡയറക്ഷനിൽ ഇവിടെ വരുമ്പോൾ അത് ഒരു കോൺസ്റ്റൻറ്റ് ഇതിലാണ് നിൽക്കുന്നത്. ഇവിടെ വരുമ്പോഴും അതൊരു കോൺസ്റ്റൻറ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, ബട്ട് ചേഞ്ച് ഇൻ ലൈക്ക് ഈ ഒരു ടോപ്പിൽ വന്നു കഴിയുമ്പോൾ വൈ ഡയറക്ഷനിൽ അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ ഒരു പോർഷനിൽ, ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ അത് ഹൈ ആണ്. അതായത് എക്സിലോട്ട് പോകുന്നതനുസരിച്ച് ഈ ഇസഡ് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു കയറ്റമാണ്. സോ ഇവിടെ നമ്മുടെ ഡോ സി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈ വാല്യൂ. നേരെ മറിച്ച് ഈ ഒരു പൊസിഷനിൽ, ഈ ടോപ്പിലെത്തുന്ന ഒരു ഫ്ലാറ്റൻ റീജിയനിൽ വരുമ്പം ഡോ സി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ്സ് 0 ആക്ച്വലി, കാരണം ഇസഡിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുപോലെ ഈ ഒരു പോർഷനിൽ നമ്മുടെ ഡോ സി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് ഈ ഫംഗ്ഷൻ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു റീജിയനിൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് ഡോ സി ബൈ ഡോ എക്സ് കിട്ടുന്നത്. നേരെ മറിച്ച് നമ്മൾ വൈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു റീജിയനിൽ നമ്മൾ വൈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്ത് എന്താണ്, നമ്മുടെ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി സെയിം ആണ്. ഇസഡിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല ആക്ച്വലി. സോ ഫസ്റ്റ് റീജിയനിൽ, ഈ പറയുന്ന ഗ്രീൻ റീജിയനിൽ ഡോ സി ബൈ ഡോ വൈ എന്ന് പറയുന്നത് ആക്ച്വലി 0 ആണ്. ഇവിടെയും ആക്ച്വലി ഇറ്റ് ഈസ് 0. സെൻട്രൽ പോർഷനിലും 0. ദെൻ ഈ ഒരു പോർഷനിൽ ആക്ച്വലി ഡോ സി ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഓക്കെ, ഇത് ഈ പൊസിഷനിലാണോ ഇവിടെ ആണോ എന്നനുസരിച്ച് ഇറ്റ് വിൽ ബി ലൈക്ക് ഫംഗ്ഷനിൽ ആക്ച്വലി ചേഞ്ച് ഒന്നും ഇല്ല ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ. സോ അവിടെ എല്ലാം നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. സോ ഇപ്പോൾ നമുക്കറിയാം ഈ വാല്യൂസിനെ നമ്മൾ പെയറായിട്ട്, അതായത് ഇവിടെ നമ്മൾ ഡോ സി ബൈ ഡോ എക്സും ഡോ സി ബൈ ഡോ വൈയുടെയും പേഴ്സായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് ഗ്രീൻ റീജിയനിൽ, ഓക്കെ ഇതിനെ ഗ്രീൻ എന്നും ഇതിനെ ബ്ലൂ റീജിയൻ എന്നും ഇതിനെ റെഡ് റീജിയൻ എന്നും ഞാൻ പറയാം, ഈ ഒരു താഴത്തോട്ട് പോകുന്ന റീജിയൻസിനെ. അപ്പം കയറ്റം കയറുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ റീജിയൻ, ടോപ്പ് റീജിയൻ എന്ന് പറഞ്ഞാൽ ബ്ലൂ റീജിയൻ, എന്നിട്ട് താഴത്തോട്ട് ഇറങ്ങുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ റെഡ് റീജിയൻ. ഓക്കെ, സോ അതിനെ ഇവിടെ ഒന്നുകൂടെ ക്ലിയറായിട്ട് എഴുതാം. സോ ഗ്രീൻ റീജിയൻ, ബ്ലൂ റീജിയൻ ആൻഡ് റെഡ് റീജിയൻ. സോ ഗ്രീൻ റീജിയനിൽ നമുക്ക് ഈ പെയർ ഓഫ് വാല്യൂസ് എന്തായിരിക്കും വരുന്നത്, ജസ്റ്റ് ഹൈ ലോ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതിയാൽ മതി. ഗ്രീൻ റീജിയനിൽ ഡോ സി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. സോ അത് പോസിറ്റീവ് വാല്യൂ, ഡോ സി ബൈ ഡോ വൈ എന്ന് പറയുന്നത് 0യും. ഇവിടെ രണ്ടും 0 ബ്ലൂ റീജിയനിൽ. റെഡ് റീജിയനിൽ ഇത് നെഗറ്റീവ് വാല്യൂ, ഡോ സി ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് 0യുമാണ്. സോ ഇതിനെ നമ്മളൊരു വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു 2D XY പ്ലെയിനിൽ അതിനെ ഒരു വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ടോപ്പിൽ നിന്നുള്ള വ്യൂ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സോ ഇത് നമ്മുടെ X ഡയറക്ഷൻ, ഇത് നമ്മുടെ Y ഡയറക്ഷൻ. സോ
നമ്മുടെ കയറ്റം കയറുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഫ്ലാറ്റ് ആൻഡ് റീജിയൻ അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദെൻ ഇറക്കം ഇറങ്ങുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, നമ്മൾ ഇസഡ് ആക്സിസ് നമ്മൾ ജസ്റ്റ് ഡിസ്കാർഡ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പെയർ ഓഫ് വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? സോ ഗ്രീൻ റീജിയണിലെല്ലാം ഡോ സി ബൈ ഡോ എക്സ് ഹൈയും വൈ വാല്യൂ 0യും എന്നുള്ള രീതി വരും. അപ്പോൾ അവിടെ നമ്മളതിന് വെക്റ്റർ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് നമ്പറാണ്. സോ ഞാനൊരു ഗിവൺ മാഗ്നിറ്റ്യൂഡ്, എത്ര മാഗ്നിറ്റ്യൂഡ് വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അതൊരു ഹൈ വാല്യൂ വരും. ഇസഡ് വാല്യൂ അല്ലെങ്കിൽ വൈ വാല്യൂ 0 ആണ്. ഓക്കെ, സോ ഇതിന് നമ്മൾ വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഇവരെ പറയുക? ഇതുപോലൊരു ആരോ മാർക്കായിരിക്കും കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ വെക്റ്ററിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ലീനിയർ ആൾജിബ്രയിൽ പറഞ്ഞ പോലെ തന്നെ അതൊരു പൊസിഷനിൽ മാത്രമല്ല, ഈ ഗ്രീൻ റീജിയനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ വെക്റ്റർ എല്ലാം സെയിം തന്നെയാണ്. സോ ഇവിടെ എല്ലാം ആരോ ഈ ഒരു സൈഡിലാണ്. ഇനി സെൻറ്റർ പൊസിഷനിൽ ഈ എക്സ് പാർട്ടും വൈ പാർട്ടും രണ്ടും 0 ആണ്. സോ ഓക്കെ, സോ നമുക്കിവിടെ എല്ലാം 0 ആണ്. നമുക്കൊരു ആരോ പോലും വരയ്ക്കാൻ പറ്റത്തില്ല, 0 മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, വിച്ച് മീൻസ് ഇറ്റ്സ് ദ ഫ്ലാറ്റ് പൊസിഷൻ. ഇനി നെക്സ്റ്റ് പാർട്ടിലാണെങ്കിലോ നമ്മുടെ ഡോ സി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവും ഡോ സി ബൈ ഡോ വൈ എന്ന് പറയുന്നത് 0യുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോ മാർക്ക് വരുന്നത് അതായത് ഡയറക്ഷൻ റിവേഴ്സ് ഡയറക്ഷനിലാണ്. സോ നമുക്ക് ഈ ആരോ മാർക്സ് ഈ രീതിയിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ ഇതൊരു സ്പെഷ്യൽ കേസ്. അതായത് നമ്മുടെ ഡോ സി ബൈ ഡോ വൈ എന്ന് പറയുന്നത് എല്ലായിടത്തും 0 ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഈസിലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ 2D സർഫസ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഈ ഡെറിവേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ആ ഒരു പെയർ ഓഫ് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നൊരു വെക്റ്ററാണ്. ആ വെക്റ്റർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ ഏത് ഡയറക്ഷനിലോട്ടാണ് ഇൻക്രീസ് ആവുന്നത് എന്നാണ്. അപ്പോൾ ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ നമ്മളൊരു വെക്റ്റർ ഫോംസിൽ ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് പെയർ ഓഫ് ഫംഗ്ഷൻസ് ഓർ പെയർ ഓഫ് വാല്യൂസ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 2 വേരിയബിൾ ആയതുകൊണ്ട് 2 പെയർസ് ഓഫ് വാല്യൂസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ 2 വാല്യൂസ് ആണ് വരുന്നത്. നമ്മളതിനെ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ വെക്റ്റർ. ആ വെക്റ്റർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ മാക്സിമം ഇൻക്രീസ് വരുന്ന ഡയറക്ഷനിലോട്ടായിരിക്കും. ഓക്കെ, സോ ഈ റീജിയനിലെല്ലാം ഈ ആരോ മാർക്ക് ഇങ്ങനെ അപ്വേർഡ് ആയിരിക്കും, അതായത് ടുവേർഡ്സ് ലൈക്ക് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. നെഗറ്റീവ് സൈഡ് ഓഫ് എക്സ്, ഇവിടെയെല്ലാം പോസിറ്റീവ് സൈഡ് ഓഫ് എക്സിലോട്ടായിരിക്കും ആരോ മാർക്ക് വരുന്നത്. ഇവിടെയെല്ലാം നമുക്ക് 0 വെക്റ്റേഴ്സ് ആയിരിക്കും. സോ അറ്റ് എനി പോയിൻറ്റ് നമ്മുടെ ഈ പറയുന്ന മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മളെടുത്ത് അതിനെ വെക്റ്ററായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻറ്റിൽ ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലോട്ടായിരിക്കും ഈ ഒരു വെക്റ്റർ ആക്ച്വലി വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റിനെ ഇങ്ങനെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്ത് അതിനെ ഒരു വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയും അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ, ഇതിനെയാണ് ആക്ച്വലി ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേഡിയൻറ്റ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പല ഐട്രേറ്റീവ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകളും അൽഗോരിതം കാര്യങ്ങളിൽ നമുക്ക് വർക്കൗട്ട് ആവുന്നത്. സോ ഈ ഒരു സിമ്പിൾ കേസിൽ നമുക്ക് ഈ ഒരു രീതിയിൽ പറയാൻ പറ്റും. ഇനി നമ്മുടെ ഈ ഒരു ആദ്യം തന്ന ഫംഗ്ഷൻ, അതായത് y = അല്ലെങ്കിൽ c = x² + y² ആണെന്നുണ്ടെങ്കിൽ, ഞാൻ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് സിംഗിൾ വേരിയബിൾ ആകുമ്പോൾ പരാബോളിക് ആയിരിക്കും. സോ 2 വേരിയബിൾ ആകുമ്പോൾ നമുക്കതൊരു സമ്മാട്ടിലേക്ക് കർവി 2D സർഫസ് ആയിരിക്കും. സോ ഇവിടെയും നമുക്ക് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ ഈ വെക്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി 0 ആയിരിക്കും. റിമൈനിങ് പോയിൻറ്റ്സിലെല്ലാം ഈ ഫംഗ്ഷൻ എങ്ങോട്ടാണോ ഇൻക്രീസ് ആവുന്നത് ആ ഡയറക്ഷനിലോട്ടായിരിക്കും ആ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻസ് നമ്മളിതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ പാർഷ്യൽ ഡെറിവേറ്റീവ്, ഡയറക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, നോർമൽ ഡെറിവേറ്റീവിലെ ഡയറക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ് വരുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഗ്രേഡിയൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉള്ള തോട്ട്സ്, ഇതിൽ ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക. ഓക്കെ,
സോ നമുക്ക് ഇത് ഫ്യൂച്ചറിൽ അതായത് നമുക്ക് നെക്സ്റ്റ് ഐറ്ററേറ്റീവ് അൽഗോരിതംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, സോ ഇത് ക്ലിയറായിട്ട് നമുക്ക് കത്തണം, നമുക്ക് ക്ലിയറായിട്ട് അത് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വരണം. എന്നാൽ മാത്രമേ നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ വർക്കിംഗ് പല അൽഗോരിതത്തിൻ്റെയും മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ളത് കമൻറ്റിൽ എഴുതുക. ലെറ്റ് മീ നോ.